നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ നോക്കി അവരാരെങ്കിലും പൊട്ടിത്തെറിച്ച പേടിച്ച് നിൽക്കരുത്. തക്ക മറുപടി പറയണം. പേടിച്ച് നിന്നാല എല്ലാരും കഴുത്തേ കയറുന്നത്. കമ്മീഷൻ ഓഫീസ് വരെ ഒന്ന് വന്നതാ. എന്റെ ഒരു ഫ്രണ്ടാ കമ്മീഷണർ. പക്ഷെ വന്നതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായി. എന്ത് പ്രയോജനം? അമ്മാവനും ഭാര്യാപിതാവുമായ ജയറാമിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി പരക്കമ്പായുന്ന ACP കാർത്തികിനെ ഞാനിവിടെ വെച്ച് കണ്ടു. അതിനി ACP അല്ല DGP വിചാരിച്ചാലും വല്ല രക്ഷയുണ്ടോ? കേസങ്ങ് പോയില്ലേ? മണിച്ചിത്ര താഴിട്ടല്ലേ നമ്മൾ അവനെ പൂട്ടിയത്. ഇനി അടുത്ത കാലത്തെങ്ങും അവൻ പുറത്തിറങ്ങില്ല. ഇനി അതല്ല, അതുക്കും മേലെ കയറി അവൻ വെട്ടു വക്കീലേ. എവിടുന്ന്? ഇവർ ഈ പോലീസുകാർ വിചാരിച്ചാലൊന്നും ഇനി അവനെ രക്ഷപ്പെടുത്താൻ ഒക്കില്ല മാഡം. കളിയെ ഇനി ഞങ്ങള് വക്കീലന്മാരെ കോർട്ടില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മാഡം ധൈര്യമായിട്ടിരിക്കുക. എനിക്കൊരു ധൈര്യക്കുറവുമില്ല മിസ്റ്റർ അനന്തഗോപൻ. ജയറാം അകത്തായതോടെ ആദ്യത്തെ പ്രഹരമല്ലേ ആയുള്ളൂ. രണ്ടാമത്തേതിനുള്ള വെടിമരുന്ന് വക്കീലിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അതൊക്കെ എന്റെ ഉണ്ട് മാഡം. പണ്ട് സഖ്യസേന അയച്ചതിനേക്കാൾ വലിയ മിസൈലാ. അനന്തഗോപനും മാധവ മന്ദിരത്തിൽ ഇന്ദിരാ നമ്പ്യാരും ചേർന്നുള്ള ഈ സഖ്യം വിജയം കണ്ടേ പിരിയുന്നുള്ളൂ മാഡം. നമ്മൾ ഇനി പിരിയുന്നില്ലല്ലോ മിസ്റ്റർ അനന്തഗോപൻ. ആ, മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. പറയൂ മാഡം. മോനെ ഇതുവരെ കണ്ടില്ലല്ലോ കൈമളേട്ട. അവൻ വരും രാജലക്ഷ്മി. ജയരാമനെ ജാമ്യത്തിറക്കാനുള്ള എന്തെങ്കിലും വഴികൾ കണ്ടെത്തിയിട്ടേ അവൻ വരൂ. ദൈവമേ, എന്റെ കുഞ്ഞിന് മാത്രം എന്താ ഇങ്ങനൊരു കഷ്ടകാലം? ഇതൊരു ശാപമാ കൈമളേട്ട. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രാജലക്ഷ്മി, എന്താ ഇങ്ങനെയൊക്കെയെന്ന്. വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോ സ്വയം ആശ്വസിക്കാൻ വേണ്ടി തത്വചിന്തകളൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അനുഭവിക്കാതെ തന്നെ. കാർത്തിമോ വന്നല്ലോ. എന്തായി മോനെ? പറ, എന്താ നീ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നേ? ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി മുത്തശ്ശ. കേസ് വളരെ സ്ട്രോങ്ങാ. ഉടനെ ജാമ്യം കിട്ടാൻ വലിയ പാടാ. എന്റെ ദൈവമേ. എന്തായാലും ഞാൻ വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. വെരി ടാലന്റഡ് ആയ ഒരു അഡ്വക്കേറ്റ്. അദ്ദേഹം ശ്രമിക്കാന്നും പറഞ്ഞിട്ടുണ്ടോ? മുത്തശ്ശിയും മുത്തശ്ശനും സമാധാനായിട്ടിരിക്കും. കൈമളേട്ട, എന്റെ മോള് നന്ദിനി, അവള് എങ്ങനെ ഈ സങ്കടം സഹിക്കും കൈമളേട്ട? മോളെ, മോനെ കാർത്തിക്. നിന്റെ വല്യമ്മാവന് ജാമ്യം പോലും കിട്ടില്ലല്ലേ?
ദൈവമേ, അത് എന്റെ മോൻ വിഷമിക്കണ്ട, സാരമില്ല. എനിക്കിപ്പോ ഇതൊരു ശീലമായിപ്പോയി. ജീവിതം മുഴുവൻ കണ്ണീര് കുടിച്ചു കുടിച്ച് എനിക്കറിയാതെ ജീവിക്കാൻ വയ്യാന്നായി. അമ്മേ, അമ്മേ, കരയല്ലേ അമ്മേ. മോളെ, അമ്മേ. ഇതിന്റെയൊക്കെ പിന്നിൽ ആരായാലും അവരെ ഞാനൊരു പാഠം പഠിപ്പിക്കും, തീർച്ച. ഇവിടെ നിർത്ത, ഇവിടെ നിർത്ത. വെക്കോ. ദൈവമേ, ആ പ്രേതാലയത്തിലേക്ക് ചെല്ലുമ്പോ കാക്കകൾ കൂടും പോലെ എല്ലാവരും കൂടും. പിന്നെ എന്നെ നടക്കു നിർത്തി ജനകീയ വിചാരണയായിരിക്കും. ചെല്ലാതെ നിവൃത്തിയില്ലല്ലോ. എന്നെ നോക്കി അവരാരെങ്കിലും പൊട്ടിത്തെറിച്ച പേടിച്ച് നിൽക്കരുത്. തക്ക മറുപടി പറയണം. പേടിച്ച് നിന്നാല എല്ലാരും കഴുത്തേ കയറുന്നത്. ഇതെന്താ ചന്തവീട് പോലെ? ഓ, ആ ജയരാമനെ പോലീസ് കൊണ്ടുപോയ സങ്കടത്തിലായിരിക്കുമല്ല. അത് നന്നായി. ചോദ്യവും പറച്ചിലും ഒന്നുമില്ല, വിചാരണയ്ക്കും ആരുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.